എല്ലാവർക്കും നമസ്കാരം. ജെസ് വാഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു പൈനാപ്പിൾ തിരളിയപ്പമാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പൈനാപ്പിൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വലിയ ബൗളിനാണ്, അതായത് ഒരു 1.5 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗള്. പിന്നെ ഏലക്കപ്പൊടി വേണം. പിന്നെ അത് തയ്യാറാക്കാനുള്ള ഇല എടുത്തിട്ടുണ്ട്. അത് കുത്താനുള്ള ഈർക്കിലും എടുത്തിട്ടുണ്ട്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം പൈനാപ്പിൾ ഒന്ന് ചെത്തിയെടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി, കറുപ്പൊന്നും ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് ചെത്തി കളയണം. നമ്മൾ നല്ല പഴുത്തതായിരിക്കണം. ഇത് നന്നായി പഴുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളാക്കി എടുക്കാം. ഇത് നമുക്കിത് ഒരു ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചൊരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒഴിച്ചു കൊടുക്കാം. ശർക്കരയും ഏലക്കയും പൈനാപ്പിളും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കാരണം മാവ് കുറച്ച് വേവണം. അതിന് നല്ല പോലെ ഇത് തിളച്ചാലേ കൊള്ളാവുള്ളൂ. അതിലേക്ക് നമുക്ക് 2 കപ്പ്, അതായത് 400 ഗ്രാം അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പൈനാപ്പിളും അരിപ്പൊടിയും ഏലക്കപ്പൊടിയും ശർക്കരയും കൂടെ നന്നായിട്ട് മാവിൽ പിടിച്ചിട്ടുണ്ട്. ഇത് നല്ല മണമാണ് വരണം. പൈനാപ്പിളിൻ്റെ നല്ല മണം വരണമുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇതിന് കൂടുതൽ വേണം. തേങ്ങയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കുറച്ച് തണുക്കാം. കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന ഇല ഇനി നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ടിയെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കോട്ടിയെടുക്കണത്. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലൊരു വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. തയ്യാറാക്കാനുള്ള പാത്രമാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. ഇതിലേക്കൊരു തട്ട് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇലയിലോട്ട് ആക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് വേണം. അപ്പം നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്, തിരളിയപ്പം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം തിരളിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണ്. ഇന്നത്തെ പൈനാപ്പിൾ തിരളിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുക്കേണ്ടത്. അത് പ്രത്യേകം പറയാം. അതിൽ തേങ്ങയും കൂടുതൽ വേണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.